ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേറ്റികൾ ടെക് കോച്ചാട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ വോയിസ് ഒക്കെ ഒന്ന് ഡള്ളായിട്ടിരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, എന്തോന്ന് പറയാ, ഈ മാർക്കറ്റിനെ കുറിച്ച് വല്ലാത്തൊരു ചതിയാണ് നടക്കുന്നതെന്ന് പറയുന്ന പോലെ സെയിം ആ രീതി തന്നെയാണ് നമ്മളെ മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുന്നത്. വലിയ മാറ്റവും അങ്ങനെയൊന്നുമില്ല. മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെയിം റേഞ്ച് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് നിഫ്റ്റി നിൽക്കുന്നു. ഇന്നലത്തെ പ്രൊഫൈലിന്റെ ഭാഗത്തൊക്കെയാണ് നിഫ്റ്റിയുടെ പ്രൊഫൈൽ നിൽക്കുന്നത്. സെയിം അതേ റേഞ്ചിൽ തന്നെ ഇന്നലത്തെ വാല്യൂ ഏരിയക്കകത്ത് തന്നെയാണ് പക്കാവ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ഒരു ബ്രേക്ക് പോലും പ്രതീക്ഷയില്ല. സെയിം സ്ട്രക്ചറിലാണ് നിഫ്റ്റിയും ഫോളോ ചെയ്യുന്നത്. ഇന്നലത്തെ വാല്യൂ ഏരിയ ലോയ്ക്കകത്തും വാല്യൂ ഏരിയ ഹൈക്കകത്തും തന്നെ സെയിം സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഇന്നലത്തെ POC ഒക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മിനിറ്റ് ടച്ച് ചെയ്ത് ആ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് നിൽക്കുകയാണ്. കൃത്യമായിട്ട് പറയുന്നത് ഒരു മൂവ്മെന്റും അങ്ങനെയൊന്നുമില്ല. സെയിം റേഞ്ച് സെയിം എസ്റ്റാബ്ലിഷ് ആയി നിൽക്കുന്ന ലെവൽ മാത്രമേ ഉള്ളൂ. ഇത് പക്ക ഒരു മാനിപ്പുലേറ്റ് ആയ ഒരു മാർക്കറ്റാണ്. ഞാൻ ഇന്ന് കാലത്ത് ടെലിഗ്രാമിലും ട്വിറ്ററിലും അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊരു 25,000 കഴിഞ്ഞ മെയ് 12 തുടങ്ങിയ ആ ഒരു ലാർജ് സ്കെയിൽ ഓഫ് അപ്രീസിയേഷൻ അപ്വേർഡ് വന്നിട്ട് ആ ഒരു റേഞ്ചിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബാലൻസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് നിൽക്കുകയാണ്. കാരണം ഇതൊരു ബിഗർ പ്ലെയർ താഴെ നിൽപ്പുണ്ട്, മുകളിൽ നിൽപ്പുണ്ട്. മുകളിൽ സ്വാഭാവികമായിട്ടും ബിഗർ പ്ലെയർ കാണും. കാരണം എന്താണ്, നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ 6 ഒക്ടോബർ മാസത്തെ സെലറുടെ സോണിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മുകളിൽ ആ സെല്ലർ ഇത്രയും ലാർജസ്റ്റ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വന്ന സെല്ലർ ആയതുകൊണ്ട് ആ സെല്ലർ എന്തായാലും 25, 300, 350 മുകളിൽ വടിയും കൊണ്ട് നിൽക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് മാർക്കറ്റിൽ കാണും. കാരണം മുകളിലോട്ട് കയറി പോകുമ്പോൾ ആ സെല്ലറുടെ ഒരു പ്രഷർ മാർക്കറ്റിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ. കാരണം 12 മെയ്യിൽ വന്ന ബയർ മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകും നോക്കുന്നു, അതുമില്ല. ആ പ്ലെയർ ആണെങ്കിൽ ഒരു റേഞ്ച് എക്സ്റ്റൻഷൻ തരുമോ, അതും തരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ രണ്ട് ബ്രെഡിന്റെ ഇടയിൽപ്പെട്ട ജാമിന്റെ അവസ്ഥയാണ്, പിതുങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളെപ്പോലെ റീറ്റെയിൽ ട്രേഡേഴ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ മാറ്റാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ ട്രേഡിംഗ് കുറച്ച് കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വളരെ കുറച്ച് ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്ത് ചെറിയ സ്കാൽപ്പ് ചെയ്ത് വല്ലതും കിട്ടുന്ന പൈസ കൊണ്ട് ചായ കുടിക്കാവുന്ന രീതിയിൽ പോകാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പൊതുവെ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് നിഫ്റ്റി സംബന്ധിച്ച്. നിഫ്റ്റി എന്ന് വെച്ചാൽ പൊതുവെ മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്ത് നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് നിഫ്റ്റിയിലുള്ളത്. നമ്മുടെ POC നിഫ്റ്റി ക്ലോസ് ചെയ്ത് 25,236 ഭാഗത്തൊക്കെയാണ് സ്പോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. POC വരുന്നത് എവിടെയാണ്? POC വന്നിരിക്കുന്നത് 25,196 ഭാഗത്തൊക്കെയാണ് POC വന്നിരിക്കുന്നത്. സോ ഞാൻ ആ POC ഒന്ന് ഞാനത് മാർക്ക് ചെയ്ത് വെക്കാം. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ആ ഒരു റേഞ്ച് ഒക്കെ ഇപ്പം കൃത്യമായിട്ടൊക്കെ മാർക്കറ്റ് ആ ബാലൻസ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ആ ഒരു റേഞ്ച് ഒക്കെ നിഫ്റ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. സോ നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത് 25,196 ഭാഗത്താണ്. അപ്പൊ ഞാൻ ആ POC ഒന്ന് നിഫ്റ്റിയുടെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. എത്രയാണ്? 25,196 ആണ് നമ്മളെ POC വരുന്നത്. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്തു. 25,196 ആണ് POC ഞാനത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മുടെ ബുള്ളിഷ് റെഫറൻസ്. എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ആ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇന്നലത്തെ HPDയിൽ വന്ന 25,260 അല്ലെങ്കിൽ ഇന്നത്തെ I പീരീഡിൽ വന്ന ഹൈ. ഇപ്പോഴും ഞാൻ ആ ഹൈ 25,260 തന്നെയാണ് ഞാൻ ഇപ്പോഴും നിഫ്റ്റിയിൽ ബുള്ളിഷ് റെഫറൻസ് വെച്ചേക്കുന്നത്. ബുള്ളിഷ് റെഫറൻസിന് ഒരു മാറ്റവും ഇല്ല, സെയിം തന്നെയാണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് 25,300, സെക്കൻഡ് ടാർഗറ്റ് 25,387, തേർഡ് ടാർഗറ്റ് 25,455 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് സെയിം ആ സ്ട്രക്ചറിനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് സെല്ലറെ എന്നെ സംബന്ധിച്ച് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 25,110 എന്നെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു ബുള്ളിഷ് റെഫറൻസ്. 25,110 എന്നെ സംബന്ധിച്ചുള്ള ഒരു ബുള്ളിഷ് റെഫറൻസ് നിഫ്റ്റിയിൽ വരുന്നത്. അതിന് താഴെ നിഫ്റ്റി ഇരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് സ്ട്രക്ചർ താഴേക്ക് വരും. 25,110 താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റി എന്നാണ് ഒരു സെല്ലിംഗ് സ്ട്രക്ചർ താഴേക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഒരു ചെറിയ ഷോർട്ട് ടൈം ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്തെങ്കിലും നമുക്ക് എങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 25,36 എന്ന് പറഞ്ഞാൽ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക്, പഴയ ഒരു POC ആണ്, അതിന്റെ ഭാഗത്തേക്ക് ചെറിയൊരു സപ്പോർട്ട് എടുക്കുക. 25,036 ഭാഗത്തേക്ക് നിഫ്റ്റി വരാം. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് അടുത്ത വരാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് 24,964 എന്ന് പറഞ്ഞാൽ എന്നാണ് 23 ഈ തിങ്കളാഴ്ചത്തെ ആ 24,964 ഭാഗത്തേക്ക് വരും. 24,964 ഭാഗത്തേക്ക് നിഫ്റ്റി വരാം. അപ്പോൾ അതാണ് അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഒരു ചുരുക്കി പറഞ്ഞാൽ 24,900 ഭാഗത്തേക്ക് 24,900 ഭാഗത്തേക്ക് ചുരുക്കി വരാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 25,110 പൊട്ടുകയാണെങ്കിൽ 25,036, 24,964, 24,900 ഭാഗത്തേക്ക് വരാം. അപ്പർ റെഫറൻസിന് ഒരു മാറ്റവും 25,260 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 318 to 387, 455 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ആണ് മാർക്കറ്റിൽ കാണുന്നത്. പക്ഷേ ഈ വലിയൊരു റേഞ്ച് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാർക്കറ്റ് മിക്കവാറും ഒന്നുകിൽ നാളെ എക്സ്പയറി ആയതുകൊണ്ട്, മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് എങ്ങനെ വേണോ മാർക്കറ്റ് മൂവ് ചെയ്യാം.
എന്താണ് ഒരു ക്വാർട്ടർ എൻഡിങ് ആണ്. അപ്പൊ അതുകൊണ്ട് റിസൾട്ട് ഒക്കെ അതായത് ഏപ്രിൽ മെയ് ജൂൺ ആയി. ഫസ്റ്റ് അറിയാലോ, ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ എൻഡിങ്ങിന് വരുന്നത് കൊണ്ട് ഒരു മൂവ്മെന്റ് ഒക്കെ മ്യൂച്വൽ ഫണ്ട് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മൂവ്മെന്റ് നടക്കാം. പക്ഷെ ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. മാർക്കറ്റ് തരയാണെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ ഇല്ല എന്ന രീതിയിലാണ് ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്താണ് ഒരു പ്യുവർലി ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ആ ലാസ്റ്റ് മിനിറ്റ് ചെറിയൊരു സ്പൈക്ക് ഒക്കെ സ്പോട്ട് നടന്നെങ്കിൽ കൂടി എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ് വന്ന കൃത്യമായി പറഞ്ഞ പി ഒ സിയിൽ അവിടെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടും വന്ന് ക്ലോസ് ചെയ്യുന്നത്. സോ 56,588 ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി വരുന്നത്. എത്രയാണ്? 56,588 ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി വരുന്നത്. അപ്പൊ ഞാൻ ആ പി ഒ സി മാർക്ക് ചെയ്തു. 56,588 നമ്മുടെ പി ഒ സി വരുന്നത്. സോ ആ പി ഒ സി ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് റെഫറൻസ്. ബുള്ളിഷ് റെഫറൻസിന് ഒരു മാറ്റവും 56,650 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇനി ഫ്രഷ് ബൈ ഉള്ളൂ. എത്രയാണ്? 56,650 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ഫ്രഷ് ബൈ എടുക്കാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു മൂവ്മെന്റ് തരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാനത് കുറച്ചും കൂടെ ക്ലാരിഫൈ എടുക്കുകയാണെങ്കിൽ 56,720 മതി കേട്ടോ. 56 അത് മതി. കാരണം ഇന്നലത്തെ വാല്യൂ ഒരു ഹൈക്ക് മുകളിൽ മാത്രമേ നിങ്ങൾ അപ്പൊ 56,720 എടുത്താൽ മതിയേ. ഇന്നലത്തെ വാല്യൂ ഒരു ഹൈക്ക് മുകളിൽ മാത്രം ഒരു ബൈ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആൽ ബൈ ഫസ്റ്റ് ടാർഗറ്റ് എവിടം വരെ വരാം? 56,860 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,860 ഭാഗത്തേക്ക് വരാനും, സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായി പറയുകയാണെങ്കിൽ 57,066. സെക്കൻഡ് ടാർഗറ്റ് ഒരു മാറ്റമില്ല. 57,066 ഭാഗത്തേക്ക് തന്നെ സെക്കൻഡ് ടാർഗറ്റ് വരാം. 57,066 ഭാഗത്തേക്ക് തന്നെ സെക്കൻഡ് ടാർഗറ്റ് വരാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 56,860, 57,066 ഭാഗത്തേക്ക് വരാം. ഇനി ബെയറിഷ് റെഫറൻസ് പറയുമ്പോൾ ഞാൻ ബെയറിഷ് റെഫറൻസ് എടുക്കുകയാണെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ 56,492 താഴെ ഞാൻ വീണ്ടും ഒരു ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യും. കാരണം ചെറിയ സ്കാൽപ്പിങ്ങിന് വേണ്ടി നിങ്ങൾ അത് യൂസ് ചെയ്യും. സോ 56,492 താഴെ നിൽക്കുകയാണെങ്കിൽ ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 56,350, 56,350. ഇന്നലത്തെ നമ്മളെ ബെയറിഷ് റെഫറൻസ് ഇന്നത്തെ ഫസ്റ്റ് സപ്പോർട്ട് ആയിട്ട് മാറി 56,350 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ 56,256 ആണ്. 256 അല്ല, പകരം 56,241, 56,241 ഭാഗത്ത് 56,241 ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു 56,072 എത്രയാണ്? തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,072 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ ഒരു റേഞ്ചബിൾ മൂവ്മെന്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ ഒരു ബ്രേക്കോ വലിയൊരു മൂവ്മെന്റോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു റേഞ്ച് ബ്രേക്ക് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് മാർക്കറ്റ് ഇങ്ങനെ ഒരു റേഞ്ച് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ എന്തോന്ന് സംഭവിക്കാനായി ഇനി മാർക്കറ്റിൽ വല്ലാത്തൊരു ചതിയാണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വാചകത്തോടു കൂടി ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ട്രംപിന്റെ ചതിയോ ട്രംപിന്റെ മൂവ്മെന്റോ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ മാർക്കറ്റിൽ ഇരിക്കുന്നതിനെ കുറിച്ച് എനിക്കൊരു ഒരു അഭിപ്രായമില്ല. സോ തനി വഴി തനി വഴി എന്ന് പറഞ്ഞ പോലെ വല വഴിയൊക്കെ വെട്ടി വന്ന് രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.